ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. വേദഗ്രന്ഥങ്ങൾ കേവലം മതപരമായ രചനകളാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആചാരങ്ങൾ, ധർമ്മം, പ്രായോഗിക ശാസ്ത്രം എന്നിവയും വേദങ്ങളുടെ ഭാഗം തന്നെയാണ്. ആയുർവേദം, ജ്യോതിർശാസ്ത്രം, ഗണിതം, ആയോധന വാസ്തുശാസ്ത്രങ്ങൾ, കലകൾ, രാഷ്ട്രീയം എന്നിവയെല്ലാം വേദങ്ങളുടെ ഭാഗമാണ്. ചുരുക്കത്തിൽ ഭൗതികവും ആത്മീയവുമായ ഉന്നമനം ഉദ്ദേശിച്ചുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട കൃതികളാണ് വേദങ്ങൾ. അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ 2ാം കാണ്ഡമാണ് അയോധ്യാകാന്ഡം. ശ്രീരാമ ഗുണവർണ്ണനയോടെ ആരംഭിക്കുന്ന ഈ ഭാഗത്താണ് പട്ടാഭിഷേക ഒരുക്കവും തുടർന്നുള്ള മന്ദരയുടെ ഉപജാപവും അഭിഷേകവും യജ്ഞവുമെല്ലാം പ്രതിപാദിക്കുന്നത്. ഇനി ഇന്നത്തെ രാമായണ പാരായണം കേൾക്കാം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നു മേ. കേകയപുത്രീ വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിരേറ്റവും. ദുർഗേ ഭഗവതി ദുർഗതിനാശിനി, ദുർഗതി നീക്കിത്തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ, കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണം എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി, വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരേ വാണിടിനാൾ. ചെന്നു ദേവകാര്യാർത്ഥമായി അപ്പോൾ ത്രിവിക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലു നീ, രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ. ഏറിയോരാപത്തു വന്നെടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ. കാമിനിമാർ കുലമൗലി മാണിക്യമേ. യുദ്ധം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ദാനവും ചെയ്തു. കേകയപുത്രിയും ചിത്രമായോരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാൾ ആദരാൽ.
സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ. കാരണം ഞാൻ അറിഞ്ഞീലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹം എനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും. നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പു മമ നന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. രാമ 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 പാഹിമാ. വിശ്വാധാരമായ പരബ്രഹ്മവും ആദികവിയായ വാൽമീകിയും കണ്ടുമുട്ടുകയും പരസ്പരം സംവദിക്കുകയും ചെയ്യുന്ന ഭാഗം ഏറെ ശ്രദ്ധേയമാണ്. തനിക്കു പർണശാല നിർമ്മിച്ച് വസിക്കാൻ ഉചിതമായ സ്ഥലം എവിടെയാണെന്ന് രാമൻ മഹർഷിയോട് അന്വേഷിക്കുന്നു. ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്ന രാമന് ഭക്തരുടെ മനസ്സാണ് ഉചിതമായ വാസസ്ഥാനം എന്ന വാൽമീകിയുടെ മറുപടി ഭക്തരെ രോമാഞ്ചമണിയിക്കും. കേൾക്കാം രാമായണ പുണ്യസാരം. ശ്രീരാമചന്ദ്രസ്വാമിയെ യുവരാജാവായിട്ട് അഭിഷേചിക്കാനുള്ള തീരുമാനം ദശരഥ മഹാരാജാവ് എടുക്കുകയാണ്. വസിഷ്ഠനോട് എല്ലാ ഒരുക്കങ്ങളും നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. സുമന്ത്രരോട് പറഞ്ഞു, വസിഷ്ഠൻ പറയണത് മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ പുത്രനായിട്ടുള്ള രാമന് ഏറ്റവും ശുഭമായിട്ടുള്ള മുഹൂർത്തത്തിൽ തന്നെ അഭിഷേകം നടത്തണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരൊറ്റ ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പുത്രന്മാർ, ഭരതൻ, ശത്രുഘ്നൻ, ഈ 2 പേരും സ്ഥലത്തില്ല. കേകയ രാജ്യത്ത് അവർ പോയിട്ടാണുള്ളത്, മാതുലൻ്റെ നാട്ടിൽ പോയിട്ടാണുള്ളത്. ആ സമയത്ത് അദ്ദേഹം വിചാരിച്ചു, ശുഭമായിട്ടുള്ള മുഹൂർത്തം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ അസാന്നിധ്യത്തിൽ തന്നെയാണ് വെച്ചാലും അഭിഷേകം നടത്താം എന്നുള്ള തീരുമാനത്തിലെത്തി. ഇപ്പോൾ ജനങ്ങളാകെ സന്തോഷത്തിലാണ്. കാരണം അവരെ സംബന്ധിച്ച് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള അഭിരാമനായിട്ടുള്ള രാമൻ തങ്ങളുടെ സിംഹാസനത്തിലിരിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷം വേറെ ഇല്ല, ഇതിൽ പരൊരു സന്തോഷമില്ല. അവരൊക്കെ ആഹ്ലാദത്തിലാണ്. അതിൽ എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഈ രാത്രിയാവുന്ന രാക്ഷസി കടന്നു പോകുന്നില്ലല്ലോ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് കഴിഞ്ഞ അധ്യായങ്ങളിൽ ഭഗവാന്റെ ഗുണഗണങ്ങൾ പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഭഗവാനെ ആ ഈശ്വരീയമായിട്ടുള്ള ഭാവത്തിൽ ചിന്തിക്കുന്നതോടൊപ്പം മനുഷ്യനായിട്ട് ഭരണാധികാരിയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും വളരെ പ്രജകളോട് ഏറ്റവും താല്പര്യത്തോടെ ഏറ്റവും ധാർമ്മികമായിട്ട് ഇടപെട്ടിട്ടുള്ള ഭരണാധികാരികളുടെ ആ പട്ടികയിൽ ഒന്നാമനാണ് ഭഗവാൻ. കാരണം പ്രജകൾക്ക് ഭഗവാനോടുള്ള ആ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഭരണനൈപുണിയുടെ ലക്ഷണം. ഭഗവാനെ തങ്ങളുടെ യുവരാജാവായിട്ട് അഭിഷേചിക്കാനുള്ള തീരുമാനം അറിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ആഹ്ലാദം അതിൻ്റെ തെളിവാണ്. അവരെല്ലാവരും ആഹ്ലാദത്തിലാണ്. ആ സമയത്ത് ഒരാളുടെ ഉള്ളിൽ ദുഃഖമുണ്ട്, ഭയമുണ്ട്. കൗസല്യ, ആ മാതാവ് ചിന്തിക്കുന്നത് കൈകേയി എങ്ങനെയെങ്കിലും ഇത് മുടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ദേവിയോടൊക്കെ പ്രാർത്ഥിച്ചു, എൻ്റെ പുത്രനെ നല്ലത് വരുത്തണം. ഈ സമയത്താണ് കൈകേയിയുടെ അന്തഃപുരത്തിൽ കൈകേയി നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണില്ല. ഇതെന്താണ് നടക്കണത്, എന്തിനു വേണ്ടിയിട്ടാണ് നടക്കണത് ഒന്നും അറിയണില്ല. അലങ്കാരങ്ങളൊക്കെ കണ്ടപ്പോഴും മന്ധരയോട് ചോദിച്ചു, എന്താ ഈ അലങ്കാരങ്ങൾക്ക് കാരണം, എന്താ പുറത്ത് നടക്കണത്? അപ്പോഴും മന്ധര പറഞ്ഞു, പുറത്ത് രാമന് അഭിഷേകം നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്, നീ ഇങ്ങനെ കടന്നോ, മൂഢയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കടന്നോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും ചാടി എഴുന്നേറ്റ് തൻ്റെ വളരെ വിലപിടിപ്പുള്ള ഒരു പാദസരം മന്ധരയ്ക്ക് അഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, രാമൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ഭരതനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ രാമനെയാണ്. ആലോചിച്ച് നോക്കുക, അങ്ങനെ പറഞ്ഞ കൈകേയി തനിക്ക് കിട്ടിയിട്ടുള്ള വരം ഉപയോഗിച്ചിട്ട്
പണ്ട് കിട്ടിയിട്ടുള്ള 2 വരങ്ങൾ ഉപയോഗിച്ച് ഭഗവാനെ കാനനത്തിലേക്ക് അയക്കാൻ തയ്യാറായി. അതാണ് ഒരു വ്യക്തിയുടെ വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ മറ്റൊരു വ്യക്തിയുടെ മനസ്സിനെ എപ്രകാരമാണോ വിഷമയമാക്കി മാറ്റുന്നത് എന്ന് വ്യക്തമായിട്ട് മന്ധരയുടെ ഭാഗത്ത്, മന്ധരയുടെയും കൈകേയിയുടെയും സംഭാഷണത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാം. മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം. മനസ്സ് ശുദ്ധമാവാനുള്ള ഒരേയൊരു മാർഗം അവിടെ ഭഗവാനെ കുടിയിരുത്തുക എന്നുള്ളതാണ്. ശ്രീരാമചന്ദ്രസ്വാമി അവിടെ കുടിയിരുത്തുക. ഒരു മന്ധരയുടെ വാക്ക് കേട്ടിട്ട് കൈകേയി ഭഗവാനെ കാനനത്തിലേക്ക് അയക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. തൻ്റെ ക്രോധാലയത്തിൽ വെറും നിലത്ത് കടന്നു. ഈ പദ്ധതികളൊന്നും അറിയാണ്ടാണ് ദശരഥ മഹാരാജാവ് വന്ന് കയറുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രോധാലയം എന്നുള്ള സങ്കല്പമാണ്. ക്രോധത്തിലിരിക്കുന്ന ഒരു വ്യക്തി, ക്രോധാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റാണ് എന്നുള്ള ബോധം അന്നത്തെ ജനതയ്ക്കുണ്ട്. കാരണം അവിടെ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ക്രോധമാണ്. ആ സമയത്ത് അവർ പുറം ലോകമായിട്ട് ബന്ധമില്ലാണ്ട് ക്രോധാലയത്തിൽ ഇരിക്കണം എന്നുള്ളതാണ് സങ്കല്പം. ഈ സങ്കല്പങ്ങളൊക്കെ മറന്ന്, ധർമ്മത്തെ മുഴുവൻ മറന്ന്, ആ പത്നിയോടുള്ള സ്നേഹാധിക്യം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ക്രോധാലയത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പറയുന്ന എന്താവശ്യവും ഞാൻ നടത്തിത്തരും. അപ്പോഴാണ് കൈകേയി തൻ്റെ അവസരം പ്രയോഗിക്കുന്നത്. തനിക്ക് പണ്ട് കിട്ടിയിട്ടുള്ള ആ 2 വരങ്ങൾ ഇപ്പോഴും വേണം. രാമനെ 14 കൊല്ലം കാട്ടിലയക്കണം, എൻ്റെ മകനായിട്ടുള്ള ഭരതന് രാജ്യം കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദശരഥൻ വീണു. മുന്നും പിന്നും നോക്കാണ്ട് കൊടുത്തിട്ടുള്ള ആ വാക്ക് ദശരഥൻ്റെ ജീവനാണ് വിലയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വാക്കുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറയും, സൂക്ഷിക്കുക എന്ന് പറയും. വാക്ക് അഗ്നിയാണ് എന്ന് ആചാര്യന്മാർ പറയാം. അതുകൊണ്ട് അതിനെ വളരെ ശ്രദ്ധയോടെ ഈശ്വരാർപ്പണത്തോടെ വാക്കുകൾ പ്രയോഗിക്കുക. ഇന്നത്തെ അധ്യായത്തിൽ വാക്കുകൾ സദാ ധാർമ്മികമാകാൻ വേണ്ടിയിട്ട്, സദാ സത്യം നാക്കിൽ സ്ഫുരിക്കാൻ വേണ്ടിയിട്ട്, സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സദാ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. ഹരി ഓം തത്സത്. ബ്രഹ്മാവിൻ്റെ പൗത്രനായ വിശ്രവസിൻ്റെയും അസുര രാജാവിൻ്റെ പുത്രിയായ കൈകസിയുടെയും മകനായ രാവണൻ ബ്രാഹ്മണത്വവും അസുരത്വവും ചേർന്ന ഒരു സൃഷ്ടിയാണ്. ശിവഭക്തനും കരുത്തനുമായ രാവണൻ രാമൻ എന്ന നായകന് തികച്ചും യോജിച്ച പ്രതിനായകനാണ്. രാവണന്റെ ജനന കഥയാണ് ഇന്നത്തെ രാമകഥാമൃതം നമുക്കായി അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. രാമൻ എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ രാമാവതാരം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? ഭൂഭാരം തീർക്കാനായിട്ട്, അല്ലെങ്കിൽ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ പൊതുവിൽ പറയുമെങ്കിലും ഏറ്റവും സാധാരണക്കാരന്റെ ഭാഷയിൽ രാമൻ ജനിച്ചത് രാവണനെ വധിക്കാനാണ് എന്നാണ് സങ്കല്പം. അത് ആധ്യാത്മികമായിട്ടുള്ള ഏറ്റവും താഴ്ന്ന അളവിലുള്ള അറിവാണ് എങ്കിൽ പോലും രാമനും രാവണനുമാണ് രാമായണത്തിന്റെ 2 തൂണുകൾ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. രാമന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം രാവണനുമുണ്ട്. രാവണന്റെ കൂടെ കഥയാണ് രാമായണം. രാവണൻ ഉത്തമനായിട്ടുള്ളൊരു ശിവഭക്തനായിരുന്നു. അദ്ദേഹം എഴുതിയ ശിവതാണ്ഡവ സ്തോത്രം വായിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. അതിലേറെ അദ്ദേഹത്തിന് ദുശീലങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ രാവണന്റെ ജനന കഥയാണ് ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്. ആരാണ് രാവണൻ? രാവണൻ എങ്ങനെയാണ് രാക്ഷസ ചക്രവർത്തിയായിട്ട് മാറിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. രാവണന്റെ ജനനത്തിന്റെ കഥ തുടങ്ങുന്നത് സുമാലിയിൽ നിന്നാണ്. സുമാലി എന്ന് പറയുന്ന രാക്ഷസന് ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേരാണ് കൈകസി. സുമാലി ഒരിക്കലും ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ടത് സാക്ഷാൽ കുബേരൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ ദൂരേക്ക് എവിടേക്കോ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്. അത് കണ്ടപ്പോൾ ഈ സുമാലിക്ക് തോന്നി, ഇങ്ങനെയുള്ള ഒരു മകനെ അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചത് ഈ കുബേരന്റെ അച്ഛൻ വളരെ കേവലപ്പെട്ട ഒരാളായതുകൊണ്ടായിരിക്കില്ലേ. കുബേരന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്രവസ് എന്ന് പറയുന്ന ഒരു മഹർഷിയായിരുന്നു. ആ വിശ്രവസിന്റെ കേമത്വം കൊണ്ടാണല്ലോ കുബേരനെ പോലെ ഒരു മകൻ ഉണ്ടായത്. അപ്പൊ നമ്മുടെ പരമ്പരയിലും ഇങ്ങനെ സമർത്ഥന്മാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള മുനികളൊക്കെ വിചാരിച്ചാൽ അത് സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി. അദ്ദേഹം നേരെ തൻ്റെ മകളായിട്ടുള്ള കൈകസിയുടെ അടുത്തേക്ക് പോയി. കൈകസിയോട് പറഞ്ഞു, മോളെ, നീ ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, നിനക്ക് പ്രായമായി, പക്വതയായി. നമ്മുടെ രാക്ഷസവംശത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. നമ്മളിപ്പോൾ നിരന്തരം
യുദ്ധങ്ങളൊക്കെ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ പരമ്പരയിൽ വീരന്മാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ വംശം നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നീ ചെയ്യണം. നീ ഉടനെ തന്നെ വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമത്തിൽ പോയി അദ്ദേഹത്തെ സേവിക്കണം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് നല്ല മക്കളുണ്ടാവും എന്ന് സുമാലി മകളോട് പറയുന്നു. ഈ അച്ഛൻ്റെ വാക്ക് കേട്ട കൈകസി വിശ്രവസിൻ്റെ ആശ്രമത്തിൽ പോയി അവിടെ മഹർഷിയെ സേവിക്കാൻ തുടങ്ങി. നല്ല സ്വഭാവമായിരുന്നു ആദ്യമൊക്കെ. നല്ല രീതിയിൽ മഹർഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഭക്ഷണം കൊടുത്തു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഹോമത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. എപ്പോഴൊരു സഹായമായിട്ട് കൈകസി ഇങ്ങനെ കൂടെ ഉണ്ടാവും. അങ്ങനെ കൈകസിയും വിശ്രവസും തമ്മിലുള്ള ഒരു വിവാഹം അവിടെ നടക്കുന്നു. ആ സമയത്ത് ഒരിക്കൽ സന്ധ്യാവന്ദനത്തിനായിട്ട് വിശ്രവസ് പുറത്തു പോകുമ്പോൾ ഈ ഭാര്യാസ്ഥാനത്തുള്ള ഈ കൈകസി അവിടെ വരികയും എനിക്കിപ്പോൾ അങ്ങ് പുത്രന്മാരെ തന്ന് അനുഗ്രഹിക്കണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ സന്ധ്യാസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുത്രോത്പാദനം പോലുള്ള കാര്യങ്ങൾക്കൊന്നും അനുയോജ്യമായിട്ടുള്ളൊരു സമയമല്ല. ഇത് പാവം മഹർഷി ഭാര്യ ഉപദേശിച്ചു, അതൊന്നും കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ തന്നെ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ഭർത്താവ് എന്ന് പറയുന്ന ധർമ്മത്തിനെതിരാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബലാത്കാരമായിട്ട് തന്നെ ആ മഹർഷിയിൽ നിന്ന് പുത്രസമ്പാദനം നടത്തി. ആ അസമയത്ത് എന്ന് വെച്ചാൽ ത്രിസന്ധ്യാസമയത്ത്, ഈ സമയത്ത് തന്നെയാണ് പണ്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ഒക്കെ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസുരിക ഗുണമുള്ള കുട്ടികളാണ് 3 പേര് ജനിച്ചത്. ഒരു കുട്ടിക്ക് മാത്രം ദൈവഭക്തിയും ഈശ്വര വിശ്വാസമൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. അങ്ങനെ ഈ വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിയിൽ നിന്ന് കൈകസി എന്ന് പറയുന്ന രാക്ഷസിക്ക് ഉണ്ടായിട്ടുള്ള 4 മക്കളിൽ മൂത്ത ആളുടെ പേരാണ് രാവണൻ, രണ്ടാമത്തെ ആളുടെ പേര് കുംഭകർണൻ, മൂന്നാമതൊരു പെൺകുട്ടിയായിരുന്നു, അവളുടെ പേര് ശൂർപ്പനഖ, നാലാമത്തേതും ഏറ്റവും ഭക്തനുമായിട്ടുള്ളൊരു കുട്ടി ഉണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് 4ാമത്തെ ആള് വിഭീഷണൻ. ഇങ്ങനെയാണ് 4 മക്കൾ ഉണ്ടാവുന്നത്. ഈ 4 മക്കളിൽ പെൺകുട്ടി ഒഴികെയുള്ള 3 പേര് ആൺകുട്ടികൾ ഉടനെ ചെന്ന് തപസ് ആരംഭിച്ചു. കാരണം നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ തിരിച്ചെടുക്കണം എന്നാണല്ലോ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. ആ പ്രതാപം കിട്ടാൻ വേണ്ടി ബ്രഹ്മാവിനെ തപസ് ചെയ്തു. രാവണൻ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു എന്നാണ്. കുംഭകർണനാവട്ടെ സൂര്യനിലേക്ക് ദൃഷ്ടിയെ പതിപ്പിച്ച് തപസ് ചെയ്തു. വിഭീഷണൻ ശാന്തമായിട്ടും തപസ് ചെയ്തു. കുറേ സമയം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയ രാവണൻ അദ്ദേഹം ചെയ്തത് തൻ്റെ ഓരോരോ ശരീരാവയവങ്ങൾ, പ്രത്യേകിച്ച് തല തന്നെ ഹോമിക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ്. ആ സമയത്താണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നതും രാവണന് അമരത്വം കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കേവലം ഒരു മനുഷ്യൻ്റെ കൈകൊണ്ട് മാത്രമേ എൻ്റെ മരണം സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള വരം അദ്ദേഹത്തിന് കിട്ടുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ രാവണനും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും മോശമായത് എന്ന് ചോദിച്ചാൽ അതിൽ വലിയൊരു കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയാണ് എന്ന് പറയേണ്ടി വരും. കാരണം കുഞ്ഞുനാളിൽ കുട്ടികളുടെ മനസ്സിലേക്ക് എന്ത് വിചാരമാണോ നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കും ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുക. ഒരിക്കലും കുട്ടിയായിരിക്കണ രാവണൻ കൈകസിയുടെ മടിയിൽ കിടക്കുമ്പോൾ ഇതേപോലെ പുഷ്പവിമാനത്തിൽ കുബേരൻ പോകുന്നത് കണ്ടു അത്രേ. അപ്പൊ രാവണൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഈ പോകുന്നത് ആരാണ്? അദ്ദേഹത്തിന് നല്ല തേജസ്, അദ്ദേഹത്തിന് ഒരുപാട് ധനമൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം ആരാണ്? കൈകസിക്ക് പറഞ്ഞു കൊടുത്താൽ മതി, അത് കുബേരനാണ്, തൻ്റെ ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തെ സ്നേഹിക്കണം എന്നൊക്കെ. പക്ഷെ കൈകസി പറഞ്ഞത് എന്താണ്? മോനെ, നിന്റെ വിധി നോക്ക്, നീയും അവനും ഒരേ അച്ഛൻ്റെ മക്കളാണ്. നീ ഇതായി കാട്ടു കിടക്കുന്നു, അവനതാ ധനികനായിട്ട് സമ്പത്തോടു കൂടി സർവ്വപ്രതാപങ്ങളോടുകൂടി സഞ്ചരിക്കുന്നു. നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, നമ്മളെ നോക്കാനൊന്നും ആരുമില്ല, നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ ഒരു കുട്ടി എന്താണോ കേൾക്കാൻ പാടില്ലാത്തത് അത് മാത്രമാണ് കൈകസി രാവണനെ ചെവിയിലേക്ക് ഓതിക്കൊടുത്തതെന്നാണ്. അതാണ് രാവണനെ ആ ഒരു സ്വഭാവത്തിലേക്ക് പിന്നീട് മാറ്റിയതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നൊക്കെ പരിശീലനങ്ങൾ സിദ്ധിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ കഥ തീർച്ചയായിട്ടും പ്രസക്തമാണ്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് അമ്മയ്ക്ക്, പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് അമ്മയും കുട്ടിയും നടക്കുന്ന സംഭാഷണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതും രാവണന്റെ ജനനം നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ആ രാക്ഷസ രാജാവായി തീർന്ന, ലങ്കാധിപതിയായി തീർന്ന രാവണനാണ് പിന്നീട് രാമായണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിനായക സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത്. മറ്റുള്ള കഥകളൊക്കെ അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ആ രാവണനാക്കിയ ഒന്നുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ശിവഭക്തിയാണ്. ആ ശിവഭക്തനായിരിക്കുന്ന രാവണനെ നമുക്കൊക്കെ ആദരവാണ്. ആ മഹാദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്
ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഭജേ വിശേഷസുന്ദരം സമസ്തപാപഖണ്ഡനം സ്വഭക്തചിത്തരഞ്ജനം അമനകര ഭരതസ്വാമി ക്ഷേത്രം മമദ്വയം ജടാകലാപ. കോട്ടയം ജില്ലയിലെ രാമപുരം നാലമ്പലങ്ങളിൽ മൂന്നാമത്തേതാണ് അമനകര ഭരതസ്വാമി ക്ഷേത്രം. ഭീതിഭഞ്ജനം ഭജേഹ രാമമ. പാലാ തൊടുപുഴ റൂട്ടിൽ രാമപുരത്ത് നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാറിയാണ് ഭരതക്ഷേത്രം നിലകൊള്ളുന്നത്. ഭവാപഹം സമം ശിവം നിരഞ്ജനം. രാമപുരത്തുള്ള ഈ പ്രദേശത്തിന് അമനകര എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഈ പ്രദേശത്ത് 5 പ്രസിദ്ധങ്ങളായ ബ്രാഹ്മണ ഇല്ലങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം ഐമനക്കരെ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നുവെന്നും അത് കാലക്രമേണ ലോപിച്ച് അമനകര എന്ന പേരിൽ എത്തിച്ചേർന്നു എന്നുമാണ് വിശ്വാസം. നിർവികൽപ നിർമ്മലം നിരാമയം ചിദേകരൂപ സന്തതം ഭജേഹ രാമമദ്വയം ഭവാബ്ധിപോദരൂപകം. ക്ഷേത്രത്തിന്റെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് വിശാലമായ ക്ഷേത്രക്കുളമാണ്. ഈ കുളത്തിനും ചില പ്രത്യേകതകളുണ്ട്. സമീപകാലം വരെ രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ ആറാട്ട് നടത്തിയിരുന്നത് ഈ ക്ഷേത്രക്കുളത്തിലായിരുന്നു. മാത്രമല്ല, ഈ ക്ഷേത്രക്കുളത്തിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് മീനൂട്ട് നടത്തുന്നത് പിതൃപ്രീതികരമാണെന്നും ഉദരസംബന്ധമായ രോഗങ്ങൾ ശമിക്കുന്നതിന് നല്ലതാണെന്നും സന്താനഭാഗ്യകാരകമാണെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. നാലമ്പലത്തിലെ ഇതര ക്ഷേത്രങ്ങളെപ്പോലെ അമനകരയും കേരളീയ വാസ്തുരീതിയിൽ പണികഴിപ്പിച്ചതാണ്. ഇവിടെ ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി ഭരതസ്വാമി കുടികൊള്ളുന്നു. ശംഖാഭിഷേകം ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്ന് വധഭീഷണി നേരിട്ടിരുന്ന മാർത്താണ്ഡവർമ്മ കുറച്ചുകാലം ഈ ക്ഷേത്രത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നതായി ഒരു ഐതിഹ്യം നിലവിലുണ്ട്. പഴയകാലത്ത് വനഭൂമിയായിരുന്ന ഈ പ്രദേശത്ത് അധികാരത്തിലേറിയ ശേഷം മാർത്താണ്ഡവർമ്മ നിർമ്മിച്ചതാണ് ഭരതക്ഷേത്രം മുതൽ ശത്രുഘ്ന ക്ഷേത്രം വരെയുള്ള പാതയെന്നും വിശ്വസിക്കപ്പെടുന്നു. കുംഭമാസത്തിൽ നടക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് അമനകരയിലെ പ്രധാന ഉത്സവം. എങ്കിലും കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനകാലവും ഇവിടെ ഉത്സവകാലം പോലെയാണ്. ശംഖാഭിഷേകം, താമരപ്പൂമാല സമർപ്പണം, പായസ നിവേദ്യം എന്നിവയെല്ലാം ഈ സന്നിധിയിലെ പ്രധാന വഴിപാടുകളാണ്. രാമപുരത്തെ നാലമ്പലങ്ങൾ ഏത് കാലത്ത് പണികഴിക്കപ്പെട്ടു എന്നതിന് വ്യക്തമായ ചരിത്രരേഖകൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും ഏതാണ്ട് 1500 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് കരുതുന്നു. ത്രേതായുഗത്തിലെ രാമന്റെ വനവാസവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശങ്ങൾ പ്രസക്തമാകുന്നത് എങ്കിലും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് നാലമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. നാലമ്പലങ്ങളിലെ രാമലക്ഷ്മണ ക്ഷേത്രങ്ങൾ കിഴക്ക് ദർശനമായിരിക്കുമ്പോൾ ഭരതക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്നതിനും ഒരു ഐതിഹ്യമുണ്ട്. ജ്യേഷ്ഠനായ രാമൻ എഴുന്നള്ളി വരുന്നതും കാത്തിരിക്കുന്ന ഭരതസങ്കല്പമാണ് ഇതിനു പിന്നിൽ.
രാമായണ മാസമായി ആഘോഷിക്കപ്പെടുന്ന കർക്കിടക മാസത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് നാലമ്പല ദർശന പുണ്യം പകർന്നുകൊണ്ട് ഭ്രാതൃഭക്തനായ ഭരതസ്വാമി ഇവിടെ വിരാജിക്കുന്നു. രാമനാമജപത്തോടെ ഈ സന്നിധി വലം വച്ച് നമുക്ക് യാത്ര തുടരാം. തന്നോ കൃഷ്ണ പ്രചോദയാത്, തന്നോ കൃഷ്ണ പ്രചോദയാത്. നമ്മുടെ ഈ ജീവിതവും സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകട്ടെ. അപ്പോൾ നാം മരണപ്പെട്ടാലും സമൂഹ മനസ്സിൽ നാം ഓർമ്മിക്കപ്പെടും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.